ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ പ്ലാസ്റ്റിക് നെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് പ്ലാസ്റ്റിക് കവറുകളാണ്. ആദ്യം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ അടിവശം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൽ നിന്നും വീതി കുറഞ്ഞ ഇതുപോലത്തെ പീസുകൾ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇന്ന് നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് വളരെ സിമ്പിൾ ആയിട്ടൊരു വാൾ ഡെക്കർ ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിന്റെ എല്ലാ മടക്കുകളൊന്ന് നിവർത്തിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ പീസുകളും നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. പിന്നീട് നമ്മളിവിടെ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം ഈ ഒരു അടപ്പ് വെച്ച് വരച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ വരച്ചെടുത്തതിന്റെ ഉള്ളിൽ ഈ ഒരു ചെറിയ അടപ്പ് വെച്ച് നമ്മൾ റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വരച്ചെടുത്തത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ചുറ്റിയെടുക്കാനുള്ളതാണ്. അപ്പം നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസുകളായി അതിലേക്കൊന്ന് ചുറ്റിയെടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മളതിൽ മുഴുവനായും ഇതുപോലെ ചുറ്റിയെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പ്ലാസ്റ്റിക് നെറ്റ് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളതൊന്ന് നിവർത്തി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ നെറ്റിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മളിതിന് ചുറ്റുമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫെവി ബോണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ചുറ്റുമുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. അതിന് ചുറ്റും ഉണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നീട് നമ്മൾ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. വീണ്ടും നമ്മൾ അതിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് പൂക്കൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓരോ പീസും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കണം. ഫ്ലവറിന്റെ ഇതളുകളാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നമ്മളത് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറേ ഇതളുകൾ നമ്മളിവിടെ ചെയ്തെടുത്തു. ഈ ഒരു പേപ്പറിൽ നിന്ന് 3 ചെറിയ റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തു. ഇതിലേക്കാണ് നമ്മൾ ഇതളുകൾ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പം നമ്മൾ നൂല് വെച്ച് കെട്ടിക്കൊടുത്ത ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. 6 ഇതളുകളാണ് നമ്മൾ ഒരു ഫ്ലവറിൽ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതുപോലെ 3 പൂക്കളാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ ഫ്ലവറിന്റെയും നടുക്കായിട്ട് നമ്മൾ വൂളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലെ നമ്മൾ ഇലകളും ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ പീസുകളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് നൂല് വെച്ച് കെട്ടിക്കൊടുത്തു. ഇത് നമ്മൾ ഇതിന്റെ താഴെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളും ഇലകളും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. പ്ലാസ്റ്റിക് കവറുകൾ കിട്ടുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഐഡിയ ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുതേ. നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. ഇപ്പം നമ്മൾ അതിലേക്ക് പൂക്കളും ഇലകളും എല്ലാം ഒട്ടിച്ചെടുത്തു. പിന്നീട് നമ്മൾ ഇവിടെ ആയിട്ട് ഈ സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമ്മൾ ആ പ്ലാസ്റ്റിക് നെറ്റിൽ ഒട്ടിച്ചു കൊടുത്തു. ചുമരിൽ തൂക്കിയിടാനുള്ളത് നമ്മൾ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് വെച്ച് ഒട്ടിച്ചെടുത്തു. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുതേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.